നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ കൃഷ്ണേന്ദു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ അധികാരമേറ്റത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ്. SFCTSA സിപാസ് വാർഷിക സമ്മേളനം നടത്തി. വനിതാ ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഇന്ത്യൻ വനിതകൾ സെമിയിൽ. വാർത്തകൾ വിശദമായി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. 20 വർഷത്തിന് ശേഷമാണ് BNP അധികാരത്തിലെത്തുന്നത്. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. 18 മാസത്തെ അനിശ്ചിതത്തിനൊടുവിലാണ് രാജ്യത്ത് പുതിയ സർക്കാർ ചുമതലയേറ്റത്. സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ സിപാസ് വാർഷിക സമ്മേളനം കുടമാളൂർ സ്വയംവര ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിരുന്ന VS അച്യുതാനന്ദൻ നഗറിൽ വെച്ച് നടന്നു. സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വാശ്രയ കോളേജുകളിലെ ജീവനക്കാരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യിച്ച് ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ 2021 കൈക്കൊണ്ട സ്വാശ്രയ നിയമം സിപാസിൽ നടപ്പാക്കണമെന്ന് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. സിപാസ് ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. ജനറൽ സെക്രട്ടറി ഡോക്ടർ A അബ്ദുൾ വഹാബ് അധ്യക്ഷനായി. ദേശാഭിമാനി ജനറൽ മാനേജർ KJ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. സിപാസ് ഗവേണിംഗ് ബോഡി അംഗം റെജി സക്കറിയ, സിപാസ് ഡയറക്ടർ P ഹരികൃഷ്ണൻ, പ്രൊഫസർ ജോജി അലക്സ് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി സുമാ V മാധവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിപാസ് ഡയറക്ടർ ഹരികൃഷ്ണൻ P, ജോയിന്റ് ഡയറക്ടർ ജയചന്ദ്രൻ TP, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ P ജേക്കബ്, കുടമാളൂർ CTE അസിസ്റ്റന്റ് പ്രൊഫസർ ആശ മോഹൻ എന്നിവർക്ക് സ്പെഷ്യൽ അവാർഡുകൾ നൽകി. വിവിധ സ്ഥാപനങ്ങളിലെ NSS ഓഫീസേഴ്സ്, 25 വർഷം പൂർത്തിയാക്കിയ അധ്യാപകർ, PhD കരസ്ഥമാക്കിയ അധ്യാപകർ, ദേശീയ അംഗീകാരം കരസ്ഥമാക്കിയവർ, മികച്ച സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും പുരസ്കാരങ്ങൾ നൽകി. സമ്മേളനം 35 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. സിപാസിലെ വിവിധ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച 400ഓളം അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്തു. സമ്മേളനം പ്രസിഡന്റായി ഡോക്ടർ R അരുൺ രാജിനെയും വൈസ് പ്രസിഡന്റുമാരായി KR തിരുമേനി, MJ മനോജ്, C സുമ എന്നിവരെയും ജനറൽ സെക്രട്ടറിയായി പ്രൊഫസർ സുമാ V മാധവനെയും ജോയിന്റ് സെക്രട്ടറിമാരായി T അജിത കുമാരി, ഡോക്ടർ G രാജശ്രീ എന്നിവരെയും ട്രഷററായി ഡോക്ടർ അനില ഗോപാലനെയും തെരഞ്ഞെടുത്തു. വനിതാ ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യൻ A ടീം സെമിയിൽ കടന്നു. നേപ്പാളിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചാണ് മുന്നേറ്റം. സ്പിന്നർമാരാണ് നേപ്പാളിനെ തകർത്തത്. അനൂജ കൻവർ 4 ഓവറിൽ 12 റൺ വഴങ്ങി 4 വിക്കറ്റ് എടുത്ത കളിയിലെ താരമായി. മലയാളിയായ മിന്നു മണിക്ക് 3 വിക്കറ്റ് നേട്ടം. വാർത്തകൾ ഒരിക്കൽ കൂടി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ അധികാരമേറ്റത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ്.
SFCTSA സിപാസ് വാർഷിക സമ്മേളനം നടത്തി. വനിതാ ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഇന്ത്യൻ വനിതകൾ സെമിയിൽ. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.